ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വൻപയറും മത്തനും കൂടെ ഒരു എലിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എല്ലാവരും എലിശ്ശേരി ഉണ്ടാക്കാറുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ഉച്ചയൂണിന് എലിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാന്ന് കരുതി വീഡിയോയിലോട്ട് പോയാലോ. 4 മണിക്കൂർ മുന്നേ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച വൻപയറാണ്. ഇനി നമുക്ക് ഒരു കഷ്ണം മത്തനും കൂടെ വേണം. ഇത് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. മത്തൻ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വലുപ്പത്തിൽ എടുത്താൽ മതി. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. അരപ്പിന് ആവശ്യമുള്ള തേങ്ങ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. മീൻ കറിക്ക് അരച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തരിതരിപ്പോടുകൂടി അരച്ചെടുത്താൽ മതി. വൻപയറും മത്തനും കൂടെ വേവിച്ചത് കുക്കറിൽ നിന്ന് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കട്ടി വേണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ ഇതാ ഉപ്പിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മത്തനില്ലെങ്കിൽ പച്ചക്കായ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എലിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വൻപയറും പച്ചരിയും കൂടെ പായസം ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും പായസം ഉണ്ടാക്കാറുണ്ടോ വൻപയറും കൊണ്ട്? അപ്പോൾ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു കൊടുക്കാം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലോട്ട് മാറ്റാം. വൻപയറും മത്തനും കൂടെ എലിശ്ശേരി ഇതുവരെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.